ഡേ 3 ഓഫ് 75 ഹാർഡ് ഡേയ്സ് ചലഞ്ച്. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ദിവസത്തിലേക്ക് എത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ ചെറുപയർ പുഴുങ്ങിയ വെള്ളമൊക്കെ കുടിച്ച് അമ്പലത്തിലൊക്കെ പോയി നടക്കാനിറങ്ങി. നടക്കുന്നതിന് മുന്നേ ഒരു എനർജി ഡ്രിങ്ക് ആയിട്ട് കുടിച്ചതാണ്. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നടക്കുന്ന സമയത്താണ് ചില കാര്യങ്ങളൊക്കെ മൈൻഡിലേക്ക് വന്നത്. ഈ ഒരു 75 ഹാർഡ് ഡേയ്സ് ചലഞ്ച് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും തോട്ടിൽ ഈ ഒരു നമ്മളെ ബോഡി പെട്ടെന്ന് മാറ്റം വരുത്തുക, 75 ദിവസം കൊണ്ട് മാറ്റം വരുത്താം, അങ്ങനെയൊക്കെയാണ്. എൻ്റെ കേസിൽ എനിക്ക് 75 ദിവസം കൊണ്ട് ബോഡി മാറ്റം വരുത്താൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഇതിൽ പറയുന്ന റൂൾസ് പ്രകാരം കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ എൻ്റെ ബോഡി മാറ്റുക അല്ലെങ്കിൽ എനിക്കൊരു ചേഞ്ചസ്, ഫിസിക്കലി ഒരു ചേഞ്ചസ് വരിക എന്നതിലേക്കാട്ടുപരി മെൻ്റൽ ചേഞ്ചസിനാണ് ഞാൻ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. ബിക്കോസ് കഴിഞ്ഞൊരു പാസ്റ്റ് 1 ഇയർ ആയിട്ട് എനിക്ക് മനസ്സിലായതും ഇനി അങ്ങോട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ മെൻ്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നതാണ്. അങ്ങനെ നടന്നു വരുന്ന വഴിക്ക് പാർലേജി ബിസ്ക്കറ്റും കോഴിമുട്ടിയും ആര്യവേപ്പൊക്കെ വാങ്ങിയിട്ട് ആര്യവേപ്പൊക്കെ പറിച്ചിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. അരിവേപ്പൊക്കെ നമുക്ക് ചൂടുകാലത്ത് നല്ലതാണ്. അപ്പോൾ പാർലേജി ബിസ്ക്കറ്റ് എൻ്റെ മുത്തൂനാണ്. മുത്തൂനെ കുറിച്ച് ഞാൻ മുന്നൊരു റീലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ അമ്മയാണ്. മുത്തു ഒരു 9 വർഷമായി ബെഡ് റിഡനായിട്ട് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുക, കിടക്കുകയാണ്. സ്ട്രോക്ക് വന്നതാണ്. അപ്പോൾ മുത്തുന് പാർലേജി ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ മുത്തു എക്സ്പെക്ട് ചെയ്തത് മിഠായി ആയതുകൊണ്ട് മിഠായി ആണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അവർ മിഠായി അല്ല, ബിസ്ക്കറ്റാണ് എന്നൊരു ബിസ്ക്കറ്റിൽ ആ കുട്ടീനെ ഇങ്ങനെ കാണിച്ചു കൊടുത്തതാണ്. അപ്പോൾ മാഗീനൊക്കെ കുറിച്ച് ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. മാഗി എവിടെ, കോഴിമുട്ട എവിടെ. അപ്പോൾ ഇടയ്ക്കൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ രോമാഞ്ചിഫിക്കേഷനൊക്കെ രാവിലെ അതിനോട് വരുന്നുണ്ട്. അപ്പം അതൊക്കെ കണ്ട് സന്തോഷമായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ദെൻ ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് പോയി. നമ്മുടെ 2 ദിവസം ഉള്ളതുപോലെ തന്നെ സ്മൂത്തി തന്നെയാണ്. പഴം ബനാനയും രണ്ടൊന്നാണല്ലേ, സോറി, ബനാനയും ഓട്സും കൂടി ചെയ്തിട്ടുള്ള ഒരു സ്മൂത്തിയാണ്. ഇതിൽ നമുക്ക് ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഡേറ്റ്സും അതേപോലെ തന്നെ ഹണിയൊക്കെ ചേർക്കാം. പക്ഷേ എനിക്ക് മധുരത്തിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് മധുരം ഒഴിവാക്കിയത് കൊണ്ടാണ് ഞാൻ ഈ ഹണിയൊന്നും ഇതിൽ ആഡ് ചെയ്യാത്തത്. പിന്നെ ഡേറ്റ്സൊക്കെ ആഡ് ചെയ്യട്ടോ, അപ്പോൾ കുറച്ചുകൂടി ഒരു സ്വീറ്റ്നെസ് ഒക്കെ കിട്ടും. ഇതിനെ കുറച്ച് ചിയ സീഡ്സും അതേപോലെ അത് സോക്ക് ചെയ്ത ചിയ സീഡ്സ് ആയിരുന്നു. അതും അതേപോലെ കുറച്ച് നമ്മുടെ വിത്തുകളൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചു. പിന്നെ ഒരു ഭംഗിക്ക് നമ്മൾ കുടിക്കുന്ന സമയത്ത് ഇങ്ങനെ ക്രും ക്രും എന്ന് പറഞ്ഞാൽ നമുക്ക് കടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ തണുപ്പിക്കാൻ വേണ്ടി ഫ്രിഡ്ജിലൊക്കെ വെച്ച് സെറ്റാക്കി. അതിൻ്റെ കൂടെ ചെറുപയറും ചോളും പുഴുങ്ങിയതും ദെൻ ഒരു മുട്ട പുഴുങ്ങിയതും ഉണ്ടായിരുന്നു. ഇത് ഉച്ചയ്ക്ക് ശേഷമുള്ള എൻ്റെ ലഞ്ചായിരുന്നു. ഇതോടുകൂടെ എൻ്റെ ഡേ 3 എൻഡായി.